ലീ ജുൻ ഫാൻ എന്ന 16 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ തെരുവോരങ്ങളിൽ കിടന്ന് നിരന്തരമായി തല്ലുണ്ടാക്കുമായിരുന്നു. ഒരു ദിവസം അവന്റെ സ്കൂളിലെ ബോക്സിംഗ് കോച്ച് അവൻ തല്ലുണ്ടാക്കുന്നത് കാണുകയുണ്ടായി. അത് കണ്ട കോച്ച് അവനോട് പറഞ്ഞത്, നിന്റെ ഈ അഭ്യാസവും ദേഷ്യവും ഈ തെരുവിൽ കിടന്നല്ല കാണിക്കേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ബോക്സിംഗ് ടൂർണമെന്റിൽ പങ്കെടുത്ത് ജയിച്ചു കാണിക്കുക. ആ വെല്ലുവിളി ലീ സ്വീകരിച്ചു. അങ്ങനെ ടൂർണമെന്റിന്റെ ഫൈനൽ റൗണ്ടിൽ അവന്റെ എതിരാളിയായി നിന്നത് ആ സ്കൂളിലെ 3 വർഷമായി അടുപ്പിച്ച് ചാമ്പ്യനായിരുന്ന ഒരു പയ്യനായിരുന്നു. ആ ചാമ്പ്യൻ റിങ്ങിൽ കയറിയപ്പോൾ തന്നെ കാണികൾ എല്ലാവരും വളരെയധികം ആർപ്പുവിളിയും ബഹളവുമായിരുന്നു. എന്നാൽ വെറും 1 മിനിറ്റിനകം അവൻ കാണികളെ നിശബ്ദമാക്കി. ആ ചാമ്പ്യനെ അവൻ ഇടിച്ചു വീഴ്ത്തി. അന്ന് ആ സ്കൂളിലെ ചാമ്പ്യനെ തോൽപ്പിച്ച് ചാമ്പ്യനായ അവൻ പിന്നീട് ലോകത്തിലെ തന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത ചാമ്പ്യനായി മാറി. അവനാണ് ബ്രൂസ് ലീ. സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു ബ്രൂസ് ലീ ജനിച്ചിരുന്നത്. വളരെയധികം വികൃതിയും കുരുത്തക്കേടുമൊക്കെ ലീക്ക് കുഞ്ഞുനാൾ മുതൽക്കേ ഉണ്ടായിരുന്നു. തെരുവിൽ കിടന്ന് തല്ലുകൂടുന്ന ലീ എന്നും മാതാപിതാക്കൾക്ക് ഒരു തലവേദനയായിരുന്നു. സ്ഥിരമായി തല്ലുകൂടുന്ന ഒരു പ്രകൃതി ലീക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അവന്റെ സ്വയരക്ഷയ്ക്കായി മാർഷൽ ആർട്സ് ആയോധന കലയിൽ അഭ്യസിക്കാൻ ലീന്റെ അച്ഛൻ കൊണ്ടു ചേർക്കുകയാണ്. പക്ഷേ സ്വയം സംരക്ഷിക്കാനായിരുന്നില്ല ലീ അത് ഉപയോഗിച്ചിരുന്നത്. ലീയെ അത് കൂടുതൽ അപകടകാരിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. 1958 ലീക്കെതിരെ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അവൻ അവിടെ തന്നെ നിന്നാൽ ശരിയാകില്ല എന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി. കാരണം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളെയായിരുന്നു ലീ അന്ന് ഇടിച്ചു തെറിപ്പിച്ചിരുന്നത്. ഭയന്ന് വിറച്ച ലീന്റെ അച്ഛൻ അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചു. മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ, മറ്റൊരു ചുറ്റുപാടാവുമ്പോൾ ലീ അധികം പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് ലീന്റെ അച്ഛൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസം ലീ കാത്തു സൂക്ഷിച്ചു. അമേരിക്കയിൽ വെച്ച് ലീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ബിരുദം നേടി. അതിനുശേഷം കാശ് സമ്പാദിക്കാനായി അദ്ദേഹം ഒരു ട്രെയിനിങ് സെന്റർ ആരംഭിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന വിദ്യകൾ അമേരിക്കൻസിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ തുടങ്ങി. അങ്ങനെ 1964 അദ്ദേഹം ഓക്ലൻഡിലേക്ക് മാറി താമസിക്കുകയാണ്. അവിടെ തന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ജെയിംസ് ഇംലി എന്നൊരു ചൈനീസ് മാർഷൽ ആർട്സിന്റെ കൂടെയായിരുന്നു ലീന്റെ താമസം. അവിടെ വെച്ച് തന്റെ കഴിവ് കാണിക്കുവാനായി ഇന്റർനാഷണൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ലീക്ക് ഒരു അവസരം ലഭിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അഭ്യാസങ്ങളായ 2 ഫിംഗർ പുഷപ്പ്, 1 ഇഞ്ച് പഞ്ച് എല്ലാം കാണികളെ കാണിച്ച് ഒരുപാട് പ്രശംസ നേടിയെടുക്കുവാൻ ലീക്ക് സാധിച്ചു. അങ്ങനെ ലീ അമേരിക്കയിൽ ഒരുപാട് പ്രശംസയുടെ കൊടിമുടി കീഴടക്കി. എന്നാൽ അമേരിക്കയിലുള്ള ചൈനീസ് ആൾക്കാർക്ക് ലീ അമേരിക്കൻസിന് അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാൽ ലീ അതൊന്നും വകവയ്ക്കാതെ ഒരു വേർതിരിവുമില്ലാതെ എല്ലാവർക്കും പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ അമേരിക്കയിലുള്ള ഒരു ചൈനീസ് കമ്മ്യൂണിറ്റി ലീയെ ഒരു മത്സരത്തിന് വിളിക്കുകയാണ്. ആ മത്സരത്തിന് അവർ ഒരു കരാർ വെച്ചിരുന്നു. ആ മത്സരത്തിൽ ലീ തോൽക്കുകയാണെങ്കിൽ ലീ തന്റെ ട്രെയിനിങ് സെന്റർ അടച്ചു പൂട്ടണമെന്ന്, എന്നാൽ ജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ ട്രെയിനിങ് തുടരാമെന്നുമായിരുന്നു ആ കരാർ. ലീ ആ വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെ അമേരിക്കയിലെ ഏറ്റവും മികച്ച ഒരു മാർഷൽ ആർട്സുമായി ബ്രൂസ് ലീ മത്സരം ആരംഭിച്ചു. മത്സരം തുടങ്ങി 3 മിനിറ്റിനകം ബ്രൂസ് ലീ എതിരെ നിന്ന് അയാളെ ഇടിച്ചു വീഴ്ത്തി. കാണികളെല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നെങ്കിലും ബ്രൂസ് ലീ നിരാശനായിരുന്നു. തനിക്കൊരാളെ തോൽപ്പിക്കാൻ 3 മിനിറ്റ് വേണ്ടി വന്നല്ലോ എന്നോർത്ത് അദ്ദേഹം ദുഃഖിച്ചു. താൻ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്നായിരുന്നു ബ്രൂസ് ലീയുടെ മനസ്സ് മുഴുവനും. ശേഷം ആയോധന കലയ്ക്കൊപ്പവും അദ്ദേഹം തന്റെ ഇഷ്ടവിനോദമായ സിനിമയും ചേർത്ത് പിടിച്ചു. ഒരുപാട് ടെലിവിഷൻ സീരീസിലും മൂവീസിലും അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ ബ്രൂസ് ലീ വെറും 3 സിനിമകൾ കൊണ്ട് ഏതൊരു മനുഷ്യനും എത്തിപ്പെടാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ എത്തിപ്പെട്ടു. ഇതിന്റെ നടുവിൽ താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരംഭിച്ച മാർഷൽ ആർട്സ് സ്കൂളിൽ ലീന്റെ കീഴിൽ പരിശീലിക്കാൻ വന്ന ലിൻഡ എന്നൊരു അമേരിക്കൻ സ്ത്രീയുമായി ലീ പ്രണയത്തിലായി. 1 വർഷത്തിന് ശേഷം, അതായത് 1964 അവർ വിവാഹിതരായി. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. 1972 എത്തി നിൽക്കുമ്പോൾ ബ്രൂസ് ലീയുടെ വെറും 2 സിനിമകളായിരുന്നു ആ സമയം റിലീസായിരുന്നത്. പക്ഷേ പ്രശസ്തിയുടെ കൊടിമുടി കീഴടക്കുവാൻ അദ്ദേഹത്തിന് ആ 2 പടം തന്നെ ധാരാളമായിരുന്നു. ആ സമയമാണ് ബെറ്റി എന്നൊരു നടിയെ ബ്രൂസ് ലീ ഹോങ്കോങ്ങിലെ ഹയാത്ത് റീജിയനിൽ വെച്ച് ഭാര്യയും തന്റെ സുഹൃത്തായ റെയ്മൻ ചോവുമായി ഇരുന്നപ്പോൾ പരിചയപ്പെടുന്നത്. ബെറ്റിയും ബ്രൂസ് ലീയും വളരെ പെട്ടെന്ന് തന്നെ അടുപ്പത്തിലായി. അവരുടെ ആ അടുപ്പം പ്രണയമായി മാറി. 1973 ജൂലൈ 20 ബ്രൂസ് ലീ തന്റെ പുതിയ ചിത്രമായ ഗെയിം ഓഫ് ഡെത്ത് എന്ന സിനിമയുടെ വർക്ക് ആരംഭിക്കുവാൻ
തന്റെ പ്രൊഡക്ഷൻ ഹൗസിലെ ബിസിനസ് പാർട്ണറും സുഹൃത്തുമായ റെയ്മണ്ട് ചോവിനെ കാണാൻ ഗോൾഡൻ ഹാർവസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് തന്റെ കാറുമായി യാത്ര തുടങ്ങി. തന്റെ അടുത്ത സിനിമയിൽ ഓസ്ട്രേലിയൻ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന ജോർജ് ലാസംബീനെ കാസ്റ്റ് ചെയ്യുവാനുള്ള പദ്ധതിയിലായിരുന്നു അവർ ജോർജിനെ സമീപിച്ചപ്പോൾ ജോർജ് ആ ഓഫർ സ്വീകരിക്കുകയും ചെയ്തു. വളരെ സന്തോഷവാനായിരുന്ന ബ്രൂസ്ലി ഈ സന്തോഷ വാർത്ത പങ്കുവെക്കാനായി തന്റെ ഇഷ്ടലഹരിയായ ഹാഷിഷ് ഉപയോഗിച്ചതിന് ശേഷം നേരെ കാമുകിയായ ബെറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ബെറ്റിയുടെ ബെഡ്റൂമിൽ വെച്ച് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ സന്തോഷ വാർത്ത ബ്രൂസ്ലി ബെറ്റിയെ അറിയിച്ചു. ജോർജും റെയ്മണ്ടുമായി ഡിന്നറിന് പോവാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഒരു 6 മണിയായപ്പോൾ റെയ്മണ്ട് കാറുമായി ബെറ്റിയുടെ ഫ്ളാറ്റിലേക്ക് വന്നു ചേരുന്നു. ബെറ്റി ഡിന്നറിന് പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ ബ്രൂസ്ലിക്ക് ആ സമയം പെട്ടെന്ന് തല പുകയുന്ന രീതിയിൽ ഒരു വേദന ആരംഭിച്ചു. തനിക്കിപ്പോ ഒന്ന് കിടക്കണമെന്നും ഞാൻ പിന്നീട് എത്തിക്കോളാമെന്നും പറഞ്ഞ് തന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റി ബെറ്റിയുടെ ബെഡ്റൂമിൽ ബ്രൂസ്ലി ചെന്ന് കിടന്നുറങ്ങുന്നു. സമയം രാത്രി 9 ആയിട്ടും ലീയെ കാണാത്തതുകൊണ്ട് റെയ്മണ്ട് ജോ ബെറ്റിയുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചന്വേഷിച്ചു. എന്നാൽ ബ്രൂസ്ലി അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ബെറ്റി ഒന്ന് വിളിച്ചുണർത്താമെന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ വെച്ച് ബെറ്റി മുറിയിലേക്ക് കയറി. എന്നാൽ ബെറ്റി എത്രയൊക്കെ വിളിച്ചിട്ടും ബ്രൂസ്ലി കണ്ണു തുറക്കുന്നില്ല. ഭയന്ന് വിറച്ച ബെറ്റി ഈ വിവരം റെയ്മണ്ട് ജോവിനെ ഉടൻ തന്നെ വിളിച്ചറിയിക്കുന്നു.